بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധിക മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായ ഉസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. 5 വഖത്ത് നിസ്കാരത്തെ നിസ്സാരമായി കാണല്ലേ എന്ന ഒരു ഉപദേശത്തിന്റെ ശീർഷകമാണ് നമ്മൾ ചർച്ചയായി ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം അധ്യാപനങ്ങൾ ഇത് സംബന്ധമായി നമുക്ക് കാണാനുണ്ട്, പഠിക്കാനുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ താക്കീതുകളുണ്ട്. നിരന്തരം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു ഉപദേശം നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിലവിൽ നിസ്കാരം ഉള്ളവരെ തന്നെ വീണ്ടും നിസ്കാരത്തിനായി ഉപദേശിക്കുന്ന പ്രത്യേകമായ രീതികൾ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഉപദേശവാക്കുകളായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീരെ അതില്ലാത്ത ആളുകളെ ശകാരിക്കുകയും ശാസിക്കുകയും താക്കീത് നൽകുകയും ചെയ്യുന്ന കാര്യങ്ങളും അത് സംബന്ധമായിട്ടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യനെ സംസ്കരിക്കുന്നു, സംസ്കാരമുള്ളവനാക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവനാക്കുന്നു, നല്ലൊരു ക്വാളിറ്റിയിലെത്തിക്കുന്നു. നിസ്കാരത്തിന്റെ ഒരു പ്രധാന ധർമ്മം അതാണ്. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി വരുന്ന പാഠശാലയായി ജീവിതത്തിൽ നിസ്കാരം ഇടപെടുന്നു എന്ന ഇസ്ലാമിന്റെ തത്വം നമ്മൾ അനുഭവിക്കാണ്, നമ്മളത് അറിയാണ്. മറ്റുള്ളവരാൽ അത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഉള്ളിൽ നിലവിലുള്ള നിസ്കാരത്തോടുള്ള സമീപനത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താൻ നമ്മളുടെ ചർച്ച കൊണ്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഖൈറാണ്. അല്ലാഹു തആല നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ആമുഖമായി പറയട്ടെ, മനുഷ്യൻ പൊതുവെ വൃത്തി ഇഷ്ടപ്പെടാണ്. വൃത്തിയും ശുദ്ധിയും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ വൃത്തിയും ശുദ്ധിയായി നിൽക്കലും മനുഷ്യന് നിർബന്ധവുമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ വൃത്തിയാക്കേണ്ട ഭാഗങ്ങളുണ്ട്. അതിനെ സമയബന്ധിതമായി നമ്മൾ വൃത്തിയാക്കിയില്ലെങ്കിൽ ആ ശരീരത്തിന് മഹത്വം കുറയാണ്. എല്ലാ ദിവസവും രാവിലെ തന്നെ പല്ല് തേക്കല്, ദിവസത്തിൽ ഒരു പ്രാവശ്യത്തിൽ കുറയാതെ കുളിക്കൽ, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ശുദ്ധീകരണങ്ങൾ, ഇതൊക്കെ ഒരാൾ ഇല്ലാതെ ജീവിച്ചു പോന്നാൽ ആ മനുഷ്യൻ വൃത്തികെട്ട രീതിയിലേക്കായി കഴിഞ്ഞു. ദുർഗന്ധമാണ്. പിന്നെ അയാളുടെ സമീപത്തേക്ക് ചെല്ലാൻ തന്നെ നാറ്റം കൊണ്ട് മറ്റാർക്കും കഴിയില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ, വൃത്തിയാക്കൽ എന്നതിന്റെ ഒരു പരിപൂർണ രൂപമുണ്ട്. നമ്മുടെ ഉള്ളു വൃത്തിയാവുക എന്നതാണ് ആ പരിപൂർണ രൂപം. പുറം മാത്രം മിനുക്കി നടക്കുന്നത് കൊണ്ട് ഉള്ളു വൃത്തികേടാണെങ്കിൽ എന്ത് പ്രയോജനം? മാമ്പഴം സുലഭമായി കിട്ടുന്ന കാലഘട്ടത്തിൽ മാമ്പഴത്തിന്റെ പുറത്തെ ചേലും ചുവപ്പും അതിന്റെ പഴുപ്പും ഒക്കെ കണ്ട് ഒരുപക്ഷെ അതിന് നല്ല പഴത്തിന്റെ മണവും ഉണ്ട്. എന്നാൽ ഇതിലൊക്കെ അപ്പുറം അതിന്റെ പരിപൂർണതയ്ക്ക് അതിന്റെ ഉള്ളിൽ ആ മാമ്പഴം പൂളിയെടുക്കുമ്പോൾ, മുറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന അതിന്റെ രുചി എന്നതിന് തടസ്സമായി നിൽക്കുന്ന ചീച്ചലുകൾ, അത് കേടുവന്നതാണ് എങ്കിൽ എങ്ങനെ സാധിക്കും ഈ മനുഷ്യൻ ആ മാമ്പഴം കൊണ്ട് എങ്ങനെ പ്രയോജനമെടുക്കും? സാധ്യമല്ലല്ലോ. നമ്മുടെ ഹൃദയം നന്നാവണം, നമ്മുടെ ഖൽബ് നന്നാവണം, നമ്മുടെ ചിന്താഗതികൾ സംസ്കാരമുള്ളതാവണം. ഒരു ശുദ്ധീകരണത്തിന്റെ ഏറ്റവും പരിപൂർണത സംഭവിക്കുന്നത് അപ്പോഴാണ്. ഏറ്റവും നല്ല വൃത്തിയാക്കൽ. ഒരു ഉദാഹരണം ഹദീസ് ഓതിക്കൊണ്ട് തന്നെ പറയാം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ
ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളോട് ഒരിക്കൽ പറഞ്ഞു, മസലുൽ ഖംസി സ്വലവാത്ത് കമസലി നഹർ ജാറ അലാ ബാബി അഹദിക്കും കസീറുൽ മാ. 5 വഖത്ത് നിസ്കാരത്തെ ഉപമിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളിൽ ഓരോരുത്തരുടെയും വീടിന്റെ മുന്നിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന, ധാരാളം വെള്ളമുള്ള, ഉണങ്ങി വരേണ്ടതൊന്നുമല്ല, ധാരാളം വെള്ളമുള്ള, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന, ഒഴുകുന്ന ഒരു പുഴ ഓരോരുത്തരുടെയും വീടിന്റെ മുൻവശത്ത് ഉണ്ടെന്ന് സങ്കല്പിക്കൂ സ്വഹാബ. അങ്ങനെ നിരന്തരം നിറഞ്ഞു ഒഴുകുന്ന ആ നദിയിൽ അഴുക്കില്ലല്ലോ. നിങ്ങളിൽ ഓരോരുത്തരും ആ നദിയെ ഉപയോഗപ്പെടുത്തി ഒരു ദിവസത്തിൽ 5 നേരം അവിടെ പോയി വൃത്തിയായി കുളിച്ചു വരുന്നു എന്ന് സങ്കല്പിക്കൂ സ്വഹാബ. ഫഹൽ യബ്ഖാ അലൈഹി മിന അദ്ദർനി ശൈ. അയാളുടെ ശരീരത്തിൽ ഈ 5 നേരവും കൃത്യമായി കുളിച്ചു പോരുന്ന മനുഷ്യൻ, ശുദ്ധമായ വെള്ളത്തിൽ യഥേഷ്ടം ഉപയോഗപ്പെടുത്തി അത് കുളിച്ചു പോരുന്ന മനുഷ്യൻ ശരീരത്തിൽ അഴുക്ക് ശേഷിച്ചവനാണോ സ്വഹാബ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളുടെ മറുപടി ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഈ ഹദീസ് നമുക്ക് കാണാം. സ്വഹാബികളുടെ മറുപടി, നബിയെ ഇല്ലല്ലോ, അങ്ങനെ ഒരാളുടെ ശരീരത്തിലും ഇതുപോലെ കുളിച്ചാൽ 5 നേരമൊക്കെ ഒരു ദിവസം കുളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരീരത്തിൽ അഴുക്ക് ശേഷിക്കാം? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന്നസ്സലവാത്തിൽ ഖംസ തുതഖിറുഹു മിനദ്ദുനൂബി, അവിടുന്ന് പറഞ്ഞ മറുപടി, 5 വഖത്ത് നിസ്കാരം ഒരു മനുഷ്യനെ ഇതുപോലെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചു, നിലവിൽ കഴിഞ്ഞുപോയ പാപങ്ങളെ ശുദ്ധീകരിക്കുകയും ഇനി ഒരു പാപം വന്നു ചേരാതെയുള്ള അവന്റെ ഭാവിയിലേക്കുള്ള തീരുമാനങ്ങളെയും ശുദ്ധീകരിക്കുകയാണ്. ഈ 2 നിലക്കുള്ള ശുദ്ധീകരണമാണ് നിസ്കാരം കൊണ്ടുവരുന്നത്. വലാ യുബ്ഖീന ശൈഅൻ മിനദ്ദുനൂബി ഫീമാ ദൂനൽ കബായിർ. ഒരു നിസ്കാരം ഒരു മനുഷ്യന്റെ പാപം പൊറുക്കാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിലക്കുള്ള നിസ്കാരമല്ല. ആ നിസ്കാരത്തെ അതിന്റെ പരിപൂർണതയിൽ തന്നെ ചെയ്യണം. ആ നിസ്കാരത്തോട് അനുബന്ധമായി വരുന്ന സുന്നത്തുകളെ ഉപേക്ഷിക്കാനുള്ളതല്ല, അത് ചേർത്ത് പിടിക്കണം. തലമറക്കാതെ നിസ്കരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാനുണ്ട്. ആലോചിച്ചു നോക്കണം. തലമറച്ച് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് തലമറയ്ക്കാതെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാൾ 70 ഇരട്ടി കൂലിയാണ് കൂടുതൽ അല്ലാഹു നൽകുക എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഉദാഹരണമായി പറഞ്ഞതാ. നിസ്കാരത്തിന്റെ അദബുകൾ, സുന്നത്തുകളൊക്കെ പരിപൂർണമായി പാലിച്ച് നിസ്കരിക്കുന്നിടത്താണ് നദിയുടെ ഉദാഹരണം ഒരു മനുഷ്യനിൽ ചേർക്കപ്പെടുക എന്ന് ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഏതായാലും നിസ്കാരത്തിന്റെ പരിപൂർണത ഇല്ലെങ്കിൽ അത് തള്ളപ്പെടും എന്നും ആ വിശദീകരണത്തിൽ പിന്നെയും നമുക്ക് കാണാൻ കഴിയും. നിസ്കാരം ഒരു മനുഷ്യന് പരിപൂർണമായ ശുദ്ധീകരണമാണ് നൽകുന്നത്. അഖിമിസ്സലാഹ് ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരത്തെ സമയബന്ധിതമായി നിങ്ങൾ നിർവഹിച്ചു പോരൂ. നിസ്കാരം അഴുക്കുകളിലേക്ക് പോവാതെ സംരക്ഷിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. അഴുക്കുകളിലേക്ക് പോവാതെ നിസ്കാരം സംരക്ഷിക്കും. സുന്നത്തുകളും അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഹക്കുകളും അദബുകളും ഒക്കെ പരിപൂർണമായി തന്നെ ചെയ്യണം. ഒരു സംഭവം പറയാം. മഹാനായ ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾ ഇരിക്കാം. ആ സമയത്ത് ഒരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യൻ വന്നുകൊണ്ട് ഒളൂ ചെയ്യുന്നു, നിസ്കരിക്കാൻ വേണ്ടി പ്രവേശിക്കുന്നു. ഞങ്ങളുടെയൊക്കെ നിസ്കാരം കഴിഞ്ഞതാണ്. അയാൾ വൈകി വന്ന ആളാണ്. അയാൾ നിസ്കരിക്കാൻ ഖിബ്ല തിരയുന്നു. അയാൾ നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകുന്നു. നിസ്കാരം സമാരംഭം കുറിക്കുന്നു. ഫലമ്മ ഖളാ സ്വലാതഹു, നിസ്കാരം അയാൾ നിർവഹിച്ചു. എന്നിട്ട് അത് പരിപൂർണമായി കഴിഞ്ഞപ്പോൾ അയാൾ വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞു. ഫസല്ലമ, നബിയോട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബത്തും സലാം അടക്കി. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജിഇ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. മോനെ, നീ തിരിച്ചുപോയി ഒന്നുകൂടി നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം ശരിയായിട്ടില്ല, നീ നിസ്കരിച്ചിട്ടില്ല. ആ സ്വഹാബി വീണ്ടും ചെന്നു. അതുപോലൊക്കെ തന്നെ പിന്നെ നിസ്കരിച്ചു. മടങ്ങി വന്നു. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇർജിഇ വസല്ലി സ്വലാതക ലം തുസല്ലി ഫഇന്നക ലം തുസല്ലി. മടങ്ങിപ്പോയി ആ നിസ്കാരം ഒന്നുകൂടി നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. രണ്ടാമത് പറഞ്ഞു,
ഒരു റിവായത്തിലുണ്ട് മൂന്നാമതും പറഞ്ഞു 3 വട്ടം മടക്കിയെന്ന. فقال الرجل അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു മാ അല്ലൗതു ഫലാ അദ്രി മാ അബ്തു അലയ്യ മിൻ സ്വലാത്തി. നബിയേ, എന്റെ നിസ്കാരത്തിന് എന്ത് കുറവ് വന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. 3 വട്ടം നിസ്കരിച്ചു. ദേഷ്യം വന്നില്ല കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇന്നഹു ലാ തതിമ്മു സ്വലാത്തു അഹദിക്കും ഹത്താ യസ്ബഗൽ വുദൂഅ കമാ അമറല്ലാഹ്. നിങ്ങളിൽ ഓരോരുത്തരുടെയും നിസ്കാരത്തിന്റെ മുമ്പ് വുളു എടുക്കുന്നത് മുതൽക്ക് ശ്രദ്ധിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തെ ബാധിക്കും. നിസ്കാരത്തിന് വുളു എടുക്കുമ്പോൾ വുളുവിന്റെ അദബുകൾ, സുന്നത്തുകൾ, ഹക്കുകൾ പാലിച്ചുകൊണ്ട് അവിടുന്നേ തുടങ്ങും. എന്നാൽ നിസ്കാരത്തിലേക്ക് അത് കണക്റ്റഡ് ആണ്. നിസ്കാരത്തിലേക്ക് അത് കണക്റ്റഡ് ആണ്. ഞാൻ പറയട്ടെ, ഒരു വാഹനം, ആ വാഹനം സ്റ്റാർട്ട് ചെയ്ത് അത് ഉപയോഗിക്കാൻ അതിന്റെ ചാവി, താക്കോല് കൊണ്ടുവരണമെങ്കിൽ നിസ്കാരത്തിലേക്ക് കയറാനുള്ള താക്കോലാണ് വുളു. ശുദ്ധി നിസ്കാരത്തിന്റെ താക്കോൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാഹനത്തിന്റെ ചാവി പഴുതിന്റെ അകത്തേക്ക് കൃത്യമായ അളവ് നിശ്ചയിക്കപ്പെട്ട താക്കോല് കൊണ്ട് തന്നെ വന്നാലാണ് നടക്കും. ആ വാഹനം ഉപയോഗിക്കാൻ കഴിയും. ആ നിസ്കാരത്തിന് വേണ്ട ഹക്കുകളെല്ലാം പരിപൂർണമായ, അതിന്റെ അരികും മൂലയുമെല്ലാം ചെത്തിയും മിനുക്കിയും വെച്ചിട്ടുള്ള സുന്നത്തുകളും ചേർത്ത് വുദൂഇനെ പരിപൂർണമായി കൊണ്ടുവന്നാൽ മാത്രമാണ് ആ നിസ്കാരത്തിലേക്ക് അത് ഫിറ്റാവൂ. അപ്പോഴാണ് ആ നിസ്കാരത്തിൽ ഉപയോഗിക്കാൻ കഴിയൂ. സ്വഹാബിക്ക് വുദൂ മുതൽക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. ഇമാം ഹാക്കിമിന്റെ മുസ്തദരിക്കിൽ ഈ ഹദീസ് കാണാം. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിലും ഈ ഹദീസ് പറയുന്നുണ്ട്. സുദീർഘമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിക്കെല്ലാം പറഞ്ഞു കൊടുത്തു. വുദൂ മുതൽക്ക് നിസ്കാരത്തിന്റെ ഓരോ ചലനങ്ങൾ പോലും റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. എന്നിട്ടും അവിടുന്ന് പിന്നെ പറഞ്ഞു ലാ തതിമ്മു സ്വലാത്തു അഹദിക്കും ഹത്താ യഫ്അല ദാലിക. ഇങ്ങനെ ചെയ്താലല്ലാതെ നിങ്ങളിൽ ഒരാളുടെയും നിസ്കാരം പരിപൂർണമല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ തെറ്റുണ്ടാവും, വീഴ്ചകളുണ്ടാവും. ഒന്ന് പഠിക്കണം. പരിപൂർണമാക്കാൻ സുന്നത്തുകളും ഹക്കുകളും നമ്മൾ അന്വേഷിക്കണം. അറ്റ്ലീസ്റ്റ് തല മറക്കണേ. വുളൂഉമായി ബന്ധപ്പെട്ട് വരുന്ന അദബുകൾ പാലിക്കണേ. മുണ്ട് മടിക്ക് കുത്തി ചില ആളുകൾ വുളൂ എടുക്കും. അപ്പൊ അവരത്തെ വെളിവാവണേ. ഏതെല്ലാം രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. തോർത്തെടുത്തുകൊണ്ട് നിസ്കാരത്തിനുള്ള വുളൂ എടുക്കല്ലേ. വുളൂ സഹീഹാക്കാവും, നിസ്കാരമൊക്കെ സഹീഹാവും ലാഹിറിൽ. പക്ഷേ തോർത്തെടുത്തുകൊണ്ട് ഔറത്ത് പൂർണ്ണമല്ലെങ്കിൽ ആ വുളൂവിന്റെ അദബ് പരിപൂർണമായിട്ടില്ല. ബാത്റൂമിൽ പോയി വുളൂ എടുത്താൽ വുളൂഇന്റെ ഫർളും ഷർത്തും ഒക്കെ പൂർണ്ണമായ വുളൂ ആവും. പക്ഷേ ഹക്ക് അനുസരിച്ച് ബാത്റൂമിൽ വുളൂഇന്റെ ദിക്ർ എങ്ങനെ ചൊല്ലാം? അപ്പൊ ആ ദിക്ർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടാണ്. അപ്പൊ ആ വുളൂഇൽ പരിപൂർണതകൾ കാണപ്പെടുന്നില്ല. ആ നിസ്കാരം കൊണ്ട് ഖുശൂഉ ഉണ്ടാവൽ പ്രയാസമാണ്. ബാത്റൂമിൽ വുളൂ എടുത്താൽ വുളൂ സഹീഹാവും. വുളൂവിന്റെ ഫർളും ഷർത്തുകളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ വുളൂ സഹീഹാവും. നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പരിപൂർണത ഉണ്ടാവാൻ നിസ്കാരം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. മഹാന്മാർ ഇതിന് വ്യാഖ്യാനം കൊടുത്തു. فينبغي للعبد أن يجتهد في إتمام الركوع والسجود لتكون صلاته كفارة لما فعل قبلها من الزلزل والخطايا دون الكبائر. ഹക്കുകൾ നിർവഹിച്ച് അദബുകൾ പാലിച്ച് സുന്നത്തുകൾ പരിപൂർണമാണോ എന്ന് അന്വേഷിച്ച് നിസ്കാരത്തിലേക്കുള്ള എല്ലാ ചുറ്റുവട്ടങ്ങളും പരിപൂർണമാക്കി കൊണ്ടുവന്നാൽ മാത്രമാണ് ആ നിസ്കാരം പാപം പൊറുക്കാൻ ഇടയാവൂ എന്ന് മഹാന്മാർ ഈ ഹദീസിന് വ്യാഖ്യാനം കൊടുക്കുന്നതായി നമുക്ക് കാണാം. ആഗ്രഹിച്ചു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരം ആഗ്രഹിക്കണം, ശ്രമിക്കണം. മിക്കവാറും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. 40 ദിവസം ഇമാമിന്റെ തക്ബീറിൽ മുടക്കം വരാതെ ഒന്നാം തക്ബീർ മുതൽക്ക് ഇമാമിനെ തുടരാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ 40 ദിവസം 5 വഖത്തിലും 40 ദിവസം 5 വഖത്തിലും കഴിഞ്ഞു. 40 ദിവസം
ഒന്നാം തക്ബീർ മുതൽ ഇമാമിനെ തുടരാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആ ശരീരം ഒരിക്കലും നരകത്തിൽ പോവില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരകമോചനത്തിന്റെ ഒരു പ്രധാന കാര്യമാണ് 40 ദിവസത്തിലെ ജമാഅത്ത് നിസ്കാരത്തിൽ അവ്വൽ വഖത്തിൽ ഇമാമിന്റെ ആദ്യ തക്ബീറോട് കൂടെ സാധിക്കുന്നു എങ്കിൽ ആ ശരീരം ഒരിക്കലും നരകം തിന്നില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ട് അത് സംബന്ധമായിട്ടൊക്കെ തഴവ പാടുന്നുണ്ട്. ഞാൻ അബഹത്തേക്ക് വരുന്നില്ല. ഏതായാലും നിസ്കാരത്തിന്റെ ആദ്യ സന്ദർഭത്തിൽ ആദ്യ റക്അത്തിന്റെ ആദ്യ സന്ദർഭത്തിലെ ആദ്യ തക്ബീർ എനിക്ക് പാഴാവല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. അതാകെ 40 ദിവസത്തേക്കല്ലോ, ആ ലൈഫ് മുഴുവൻ അങ്ങനെയായിരുന്നു, ആ ജീവിതം മുഴുവനും അങ്ങനെയായിരുന്നു. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അല്ലാഹു അക്ബർ കുല്ലമാ യർഫഉ മിനർ റുകൂഇ. ആ കാലഘട്ടത്തിലൊക്കെ, ആദ്യ കാലഘട്ടങ്ങളിൽ റുകൂഅ് കഴിഞ്ഞ് മുകളിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളിന്ന് ചൊല്ലുന്ന പോലെ സമിഅല്ലാഹു ലിമൻ ഹമിദ, അങ്ങനെയല്ല റസൂലുള്ളാഹി പറഞ്ഞിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുന്നേറ്റ് വരുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയാം. എവിടുന്ന് എഴുന്നേറ്റ് വരാം? റുകൂഅ് കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് സമിഅല്ലാഹു ലിമൻ ഹമിദ പറയലല്ല ആദ്യങ്ങളിൽ. നിസ്കാരത്തിന്റെ ആദ്യകാലങ്ങളിൽ, ഹബീബിൽ ഇത് ഫർദായ ആദ്യകാലങ്ങളിൽ റുകൂഅ് കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ പറയൽ അല്ലാഹു അക്ബർ എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആദ്യ സന്ദർഭത്തിൽ നബിയോടൊപ്പം ഒന്നാം സഫ് കിട്ടാതെ പോയി. ഓടിക്കിതച്ച് വരുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ തീയാണ്. വഹസുന, സങ്കടത്തോടുകൂടെ മഹാനവറുകൾ പള്ളിയിലേക്ക് ഓടി. റക്അത്ത് ഒന്നും നഷ്ടപ്പെട്ടില്ല. ഫവജദ അന്ന റസൂല മാ സാല ഫി റുകൂഅ് വലം യർഫഅ മിൻഹു. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുകൂഇലേക്ക് അങ്ങ് പോണു. വേഗം കൈ കെട്ടി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ റുകൂഇൽ ഹബീബിനോടൊപ്പം കൂടി. ഒന്നാം റക്അത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ നിസ്കാരവുമായി അനുബന്ധമായി ഒരു റക്അത്ത് എനിക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ. അതിന്റെ ആ റക്അത്ത് നഷ്ടപ്പെടാനുള്ള ചാൻസിന്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുക. റുകൂഇൽ സുബ്ഹാനല്ലാഹയുടെ ഖദർ ഇമാമിനോടൊപ്പം മഅ്മൂം എത്തിക്കണം. അത് നഷ്ടപ്പെടാതെ സിദ്ദീഖിന് ആ റക്അത്ത് കിട്ടി. ഒരു റക്അത്തും മസ്ബൂഖായില്ല. നിസ്കാരത്തോട് അനുബന്ധമായി ഇതിൽ സന്തോഷിച്ചു. ദുഃഖമുണ്ട് മനസ്സിൽ. എന്നാലും എന്റെ നിസ്കാരത്തിന്റെ ഒരു റക്അത്തും പോയില്ലല്ലോ. വൈകിപ്പോയതിൽ ഒരു വിഷമമുണ്ട്. അള്ളാഹുവിന് സ്തുതി പറഞ്ഞു, റബ്ബിന് സ്തുതി പറഞ്ഞു, ഒരുപാട് സ്തുതിച്ചു. നിസ്കാരത്തോടനുബന്ധമായ സന്ദർഭത്തിൽ തന്നെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹബീബിനോട് വന്ന് പറഞ്ഞു, ലഖദ് സമിഅല്ലാഹു ലിമൻ ഹമിദ. നബിയേ, റക്അത്ത് നഷ്ടപ്പെടാത്തതിൽ അല്ലാഹുവിന് ശുക്ർ പറഞ്ഞ അടിമയുടെ ശബ്ദം അല്ലാഹു കേട്ടിട്ടുണ്ട് നബിയേ. സമിഅല്ലാഹു ലിമൻ ഹമിദഹു. ആ അടിമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫഅസ്ബഹത സമിഅല്ലാഹു ലിമൻ ഹമിദഹു ബദലല്ലാഹു അക്ബർ ഫീ കുല്ലി സ്വലാത്തിൻ ഇലാ യൗമിൽ ഖിയാമ. സമിഅല്ലാഹു ലിമൻ ഹമിദയുടെ ചരിത്രം അതാണ്. ഖിയാമത്ത് നാൾ വരെ ഇനി റുകൂഅ് കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാർത്ഥതയാ അതിന്റെ ചരിത്രം. നിസ്കാരത്തിന്റെ റക്അത്ത് പിന്താതെ മഹാനവറുകൾ ഒന്നാം റക്അത്ത് തന്നെ തക്ബീറിനോട് ചേർന്ന് കിട്ടുന്ന പതിവ് പടച്ചോനെ ഒരു ദിവസം ഒരൽപ്പം പിന്തിയതിന്റെ പേരിൽ നഷ്ടപ്പെടുമെന്ന് വേദനിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ റക്അത്ത് നഷ്ടപ്പെടാതെ മുത്തുനബിയിൽ ആദ്യ റക്അത്തിൽ തന്നെ തുടർച്ച കിട്ടുകയും ചെയ്തു. ജമാഅത്തിൽ ഒരു റക്അത്തും മസ്ബൂഖായില്ല. ഒരുപാട് റബ്ബിനെ സ്തുതിച്ചു. ആ സ്തുതി അള്ളാഹു കബൂലാക്കിയതിന്റെ സ്മാരകമാണ് എല്ലാ റക്അത്തിലും ഈ സമിഅല്ലാഹു ലിമൻ ഹമിദ. അങ്ങനെയാണ്.
വല്ലാത്ത അമലാണ് നിസ്കാരം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. അടിമയുടെ വിചാരണയിൽ മഹ്ശറയിൽ ആദ്യം വിചാരണ അവൻ നിസ്കരിച്ചു കൂട്ടിയതായിരിക്കും. അവന്റെ നിസ്കാരം ഫൈൻ സലുഹത് ഫഖദ് അഫ്ലഹ വ അൻസഹ. നിസ്കാരത്തിന്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ വിജയിച്ചു എന്നല്ലാട്ടോ പറഞ്ഞത്, പരിപൂർണ വിജയം. നിസ്കാരത്തിന്റെ റിസൾട്ട് മോശമാണെങ്കിൽ അവൻ പരിപൂർണ പരാജയം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതാണ് നിസ്കാരം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇമാം അബൂദാവൂദിന്റെ സുനനിൽ, ഇമാം തുർമുദിയുടെ ജാമിഇലൊക്കെ ഹദീസ് ഉണ്ട് കേട്ടോ. മഹാനായ സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ലല്ലോ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്വഹാബികളുടെ ഇടയിൽ, മഹാനവറുകൾ സ്വഹാബികളുടെ ഇടയിൽ നിന്നും ബാങ്കിന്റെ സമയമായപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റു. ഉളു എടുക്കാനുള്ള വെള്ളവുമായി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഖാദിം ഹാരിസ് റളിയല്ലാഹു അൻഹു വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ വെള്ളം സ്വീകരിച്ചു, ഉളു എടുത്തു. എന്നിട്ട് ഉളു പരിപൂർണമായും ചെയ്തു. സ്വഹാബികൾ ശ്രദ്ധിക്കാണ് ഉസ്മാൻ എങ്ങനെ ഉളു എടുക്കുന്നത് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉളു പരിപൂർണമായി നിർവഹിച്ച ശേഷം സ്വഹാബികൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കിയ ശേഷം സ്വഹാബികളുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ. ഞാൻ ഈ ഉളു ചെയ്ത പോലെ അല്ലാഹുവിന്റെ ഹബീബ് ഉളു ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞാൻ ഈ ഉളു ചെയ്ത പോലെ ഉളു ചെയ്തതായി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനിൽ നിന്നും മറ്റു സ്വഹാബികൾ അത് പഠിച്ചു. എന്നിട്ടോ മഹാനവറുകൾ പറയാണ്, ഇതുപോലെ ആരെങ്കിലും ഒരു ഉളു ചെയ്താൽ, ഇപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോകേണ്ടത് ളുഹറാണല്ലോ, ളുഹറിന്റെ നേരത്തെ ഉളു എടുക്കണം. ളുഹർ നിസ്കാരത്തിന് ഇതുപോലെ ഉളു എടുത്ത് പോന്നോളൂ. ളുഹർ നിസ്കാരത്തിന് ആരെങ്കിലും ഇതുപോലത്തെ ഉളു കൊണ്ട് ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ സുബഹി മുതൽക്ക് ഈ ളുഹർ വരെയുള്ള പാപം പുറത്തു എന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അസ്റിന്റെ നേരവും ഇതുപോലെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ആ ളുഹർ മുതൽ അസ്ർ വരെയുള്ളത് അല്ലാഹു പുറത്തു. മഗ്രിബിന്റെ നേരത്തും ഓർമ്മപ്പെടുത്തി. അസ്ർ മുതൽ മഗ്രിബ് മുതലുള്ളത് അല്ലാഹു പുറത്തു. ഇശാഇനെ ഓർമ്മപ്പെടുത്തി. മഗ്രിബ് മുതൽ ഇശാ വരെയുള്ളത് അല്ലാഹു പുറത്തു. എന്നിട്ടോ മഹാനവറുകൾ പറഞ്ഞു, ഈ രീതിയിൽ ഒരാൾ രാപാർത്തു എന്നിട്ടവൻ രാപാർത്തു സുബഹിക്ക് ഇതുപോലെ ഉളൂ ചെയ്ത് ഇതുപോലെ നിസ്കാരത്തിനുള്ള ശുഷ്കാന്തിയായി വന്നാൽ കഴിഞ്ഞത് മുതൽക്ക് സുബഹി വരെയുള്ളത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും അല്ലാഹു പൊറുക്കുമെന്ന് സയ്യിദുനാ ഉസ്മാൻ. അങ്ങനെയാണ് നിസ്കാരത്തിനുള്ള ശ്രദ്ധ, അങ്ങനെയായിരുന്നു. ഇത് പാപം പൊറുക്കാനുള്ളതാവണം എന്നവർ കരുതി. എന്നിട്ട് മഹാൻ പറഞ്ഞു, വഹുന്നൽ ഹസനാത്ത്. ഇങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് അതിന് ഹസനാത്ത് എന്ന് പറയാ. ഹസനാത്ത് ഇങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് അതിന് ഹസനാത്ത് എന്ന് പറയാ. യുദ്ഹിബിന സയ്യിആത്ത്. ഈ ഹസനാത്താണ് സയ്യിആത്തിനെ നീക്കം ചെയ്യുന്നത്. ഹസനാത്ത് എന്ന് പറഞ്ഞ നന്മകൾ, സയ്യിആത്ത് തെറ്റുകൾ, പാപങ്ങളെ പൊറുപ്പിക്കുന്നത് ഈ നന്മകളാണ്. ഈ നന്മകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ നന്മകൾ ഖുർആൻ പറഞ്ഞു. ഈ നന്മകൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. ഈ നന്മകൾ നിസ്കാരമാണ്.
വഅഖിമിസ് സ്വലാത്ത തുർഫയിൻ നഹാരി വസുലഫം മിനൽ ലൈൽ. രാത്രിയിലും പകലിലുമായി 5 വഖത്തിൽ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരത്തെ കൃത്യമായി നിങ്ങൾ നിർവഹിക്കണേ. ആ നിസ്കാരങ്ങൾ ഇന്നൽ ഹസനാത്ത്, അതാണ് നന്മകൾ, യുദ്ഹിബിനസ് സയ്യിആത്ത്, പാപം പൊറുക്കാൻ ആ നന്മകളാണ് വേണ്ടതെന്ന് ഖുർആൻ. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, ഉപദേശം ഫലിക്കുന്നവർക്ക് ഇതൊരു ഉപദേശമാവട്ടെ എന്ന് ഖുർആൻ. അപ്പോൾ ഇങ്ങനെ നിസ്കരിച്ചാലാ, ഇങ്ങനെ വുളൂ പരിപൂർണമായി ചെയ്ത് നിർവഹിച്ചാലാ പാപം പൊറുക്കാൻ അത് പറ്റാ എന്ന് സയ്യിദുനാ ഉസ്മാൻ. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, തങ്ങളെ, ഇതാണ് നന്മകൾ, പാപം പൊറുക്കാൻ കാരണമാകുന്ന നന്മകൾ എന്ന് പറഞ്ഞ ഖുർആന്റെ വചനത്തെ അന്വർത്ഥമാക്കുന്നത് ഈ നിസ്കാരങ്ങളാണ് എങ്കിൽ ഖുർആനിൽ കാണാമല്ലോ, ഫമൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് ഖുർആനിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു സ്വഹാബികൾ ചോദിച്ചു. ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖുർആൻ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഖുൽ മൻ കാന ഫിദ്ദലാലത്തി ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദാ ഹത്താ ഇദാ റഅൗ മാ യുഅദൂൻ ഇമ്മൽ അദാബ വഇമ്മസ് സാഅത ഫസയഅലമൂന മൻ ഹുവ ശർറും മകാനം വഅദ്അഫു ജുന്ദാ ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. സൂറത്ത് മറിയം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ബാഖിയാത്തു സ്വാലിഹാത്ത് പറയുന്നുണ്ട്. പാപങ്ങളെ പൊറുപ്പിക്കുന്ന ഹസനാത്ത് 5 വഖത്ത് നിസ്കാരത്തെ ഹക്കുകൾ നിർവഹിച്ച് സുന്നത്തുകൾ പാലിച്ച് നിർവഹിക്കൽ ആണ് എങ്കിൽ ഖുർആനിൽ പറഞ്ഞ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്താണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബി ചോദിച്ചു. നമ്മൾ ഓതിയ ആയത്തിന്റെ അർത്ഥം എന്നറിയോ? അത് വല്ലാത്തൊരു അർത്ഥം തന്നെയാണ്. ഒരാൾ നന്നാവണമെന്ന് ആഗ്രഹിച്ചാൽ നന്നാവൂ. അങ്ങനെ ഞാനങ്ങനെ നന്നാവൂല എന്നുള്ള നിരാശയാണെങ്കിൽ നന്നാവൂല. പ്രചോദനങ്ങൾ അങ്ങനെയാണ്, പ്രേരണകൾ അങ്ങനെയാണ്. ഞാൻ നന്നാവൂല എന്ന തീരുമാനത്തിൽ കഴിയുന്നവനെ അവൻ അങ്ങനെയാണ് നീണ്ടു കിടക്കും അവന്റെ മരണം വരെ, അല്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നത് വരെ അവന്റെ മുന്നിൽ അദാബാ, അവന്റെ മുന്നിൽ ഖിയാമത്താ. فسيعلمون من هو شر مكانا وأضعف جندا. പിന്നീട് ആണവന് ബോധ്യമാവാ അന്ന് അവൻ അബദ്ധത്തിലായിരുന്നുവെന്ന്. അതുകൊണ്ട് നന്നാവാൻ ആഗ്രഹിക്കും. വയസീദുല്ലാഹു الذين اهتدوا هدى. നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവൻ അല്ലാഹു നന്നാവാനുള്ള അവസരവും അത് ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖും ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ. വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക. അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നേട്ടങ്ങളേറെയുണ്ട്. വഖൈറും മറദ്ദാ. ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്താണെന്ന് ഉസ്മാൻ തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റ കൂടെ ലാ ഹൗലയും കൂടി ചേർത്താൽ 5 ദിക്റായി. ഈ 5 ദിക്റുകളെ ചേർത്ത് പറയപ്പെടുന്നതാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഈ 5 ദിക്റുകളാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഈ 5 ദിക്റുകൾ കൊണ്ടൊരാൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഖൈറുകൾ ഏറെ എന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ. എവിടെന്നത് പഠിച്ചത്? ഉസ്മാൻ ഇത് പഠിച്ചത് എവിടെ നിന്ന്? റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് പഠിച്ചത്. അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ 5 വഖത്ത് നിസ്കാരവും 5 ദിക്റുമാണ് ഈ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ 5 ദിക്ർ, 5 വഖത്ത് നിസ്കാരവും ഈ 5 ദിക്റുകളും കൂടെയുണ്ടോ, എന്നാൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറും മറദ്ദാ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ 5 വഖത്ത് നിസ്കാരം ഉണ്ടെന്ന ഈ 5 ദിക്റും വേണം. അല്ലാഹു നസീബാക്കട്ടെ, അല്ലാഹു നസീബാക്കട്ടെ. 5 വഖത്ത് നിസ്കാരത്തിന്റെ കൂടെ മിക്കവാറും എന്തുണ്ട്? സുബ്ഹാനല്ലാഹ് ചൊല്ലലുണ്ട് 33, അൽഹംദുലില്ലാഹ് ചൊല്ലലുണ്ട്, അല്ലാഹു അക്ബർ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 ഉണ്ട്, പിന്നെ ലാ ഹൗലല്ലേ, അതുകൂടെ കൂട്ടിയാൽ മതി. അപ്പൊ എല്ലായി. അല്ലാഹു നസീബാക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.